അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പഴം വാട്ടിയ റെസിപ്പി ആയാലോ? അടിപൊളിയായിട്ടില്ലേ? പഴം വാട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ, കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കടിയാണ് കേട്ടോ. പിന്നെ പ്രസവിച്ചൊക്കെ കിടക്കണവരുണ്ടല്ലോ, ഓൽക്കൊക്കെ 4 മണിയാകുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ മതി ചായക്ക് കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഈ കറുത്ത പഴം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ചിലവരൊക്കെ വലിച്ചെറിയും അതിൻ്റെ കളറ് കണ്ടിട്ട്. അപ്പം ഇനി ആരും ഇങ്ങനത്തെ കറുത്ത പഴങ്ങളൊന്നും ആരും വലിച്ചെറിയണ്ട കേട്ടോ. അപ്പം ഇങ്ങനത്തെ നല്ല പഴം വാട്ടിയത് ഉണ്ടാക്കിയെടുക്കുക. ആകെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പഴം വാട്ടിയത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതാക്കണേ, കണ്ടല്ലേ ഈ പഴമൊക്കെ കറുത്തക്കണം കേട്ടോ. അപ്പം ഈ പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റണമില്ല. കാരണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മാവിലാണ് മുക്കുമ്പോണ്ടല്ലോ അതിങ്ങോട്ട് ഒടിഞ്ഞാണ് പോകും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഈ പഴം കൊണ്ട് കാട്ടിയത്. അപ്പോൾ ഇന്നാ നമുക്ക് പഴം വാട്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഴം വാട്ടിയെടുക്കാം. അപ്പം പഴം ഉണ്ടല്ലോ, ഇതിപ്പോൾ കുറച്ച് ചെറിയ പഴമായതുകൊണ്ട് ഞാനിങ്ങനെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ടിച്ചെങ്കിൽ നടുക്കൊന്ന് മുറിച്ചിട്ട് ഒന്നിങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. പറ്റ കട്ടിയും വേണ്ട, എന്നാൽ പറ്റ കട്ടി കുറയും വേണ്ട. അതിൻ്റെ ഇടക്കായിട്ടൊക്കെ വലിയൊരു ഇതിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. പറ്റ കട്ടി കുറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം പറ്റങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പം അത്യാവശ്യം ഒരു കട്ടിയിൽ മാത്രം അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നടുക്കൊന്നും മുറിച്ചണില്ല, അങ്ങനത്തെ തന്നെയാണ് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പം ഞാനും അഞ്ചത്തേക്ക് പ്രസവിച്ചിറക്കണമെന്നുണ്ടല്ലോ, ഞങ്ങളമ്മത് ഞങ്ങൾക്ക് 4 മണിയാകുമ്പോൾ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം ഒരുപാട് പഴമൊക്കെ കിട്ടുമല്ലോ ഈ പ്രസവിച്ചടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ കറുത്ത് പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നൊരു സാധനമാണ് കേട്ടോ നമ്മളെ പഴം വാട്ടിയത് 4 മണിക്കൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടാക്കണേ, കുറച്ച് തേങ്ങ എടുത്തുക്കണേ, പിന്നെ നമ്മളൊരു സ്പൂണ് നെയ്യ് കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് പഞ്ചസാരയും, ഈ ഒരു 3-4 സാധനം മാത്രം മതി ഇന്നയാളെ നമുക്ക് നല്ല അടിപൊളിയായിട്ടില്ലേ പഴം വാട്ടിയത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന ഇടയിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടുകണമെന്ന് തോന്നിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിക്കണേ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ടമാനം നെയ്യൊന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യാട്ടോ ഇട്ടത്. അപ്പോൾ നെയ്യൊക്കെ നല്ലോണം ചൂടായിക്കണം കേട്ടോ. ഇനി നമുക്കതിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, അണ്ടിപ്പരിപ്പും ഇല്ല മുന്തിരിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആ നെയ്യിലിട്ട് കാണ്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമില്ല പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഷുഗർ ഇല്ലോലൊക്കെ ആണെച്ചെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പഴത്തിന് മധുരം ഉണ്ടാവുമല്ലോ, നല്ല പഴുത്ത പഴമാകുമ്പം തന്നെ നല്ല മധുരക്കാരം. അപ്പോൾ പിന്നെ പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല. ഷുഗർ ഇല്ലോല്ലോ കേട്ടോ. ഷുഗർ ഇല്ലാത്തവർക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, എത്ര പഞ്ചസാര നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം ഞമ്മക്കൊന്നും ഇവിടെ ഷുഗറൊന്നുമില്ല. അപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ ഷുഗറൊന്നുമില്ല കേട്ടോ. അപ്പം ഇതൊക്കെ തിന്നുണ്ടാവുമല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ കൂടിയാടില്ല. അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് മധുരം ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് മധുരമൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഇനി ഞാൻ ആ പഴം കൂടി ആക്കി ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ പഞ്ചാരയും അതേമാതിരി തേങ്ങയും പഴവും ഒക്കെ പാടെ ഒന്നിച്ചിങ്ങോട്ട് കൂട്ടിങ്ങോട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇളക്കി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ പഴം ഉണ്ടല്ലോ ഒരു മഞ്ഞ കളറായിട്ട് വരും കേട്ടോ. അത് വരെ നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മൂടി വെച്ചിക്കണ്. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇളക്കി കൊടുത്താണ് കേട്ടോ നമ്മളിതൊന്ന് വാട്ടിയെടുക്കേണ്ടത്. പിന്നെ നമ്മളെ പഴം കണ്ട ചിലതൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഇതേപോലെ മഞ്ഞ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് പിന്നെ ഇതേപോലെ തന്നെ ഇളക്കിയെടുത്തീനി. അപ്പോൾ കണ്ടില്ലേ പഴമൊക്കെ ഏകദേശം സെറ്റായി വന്നിക്കണം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പഴം വാട്ടിയത് നല്ല റെഡിയായി വന്നിക്കണേ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ മൂടി വെച്ചും തുറന്നും ഇളക്കിയും അങ്ങനെ അങ്ങോട്ട് വാട്ടിയെടുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടല്ലോ സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ മക്കളെ മുഖം ഉണ്ടല്ലോ നല്ല തെളിച്ചേക്കാരം, നല്ല സന്തോഷേക്കാരം അവർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ
റെസിപ്പി പഴം വാട്ടിയത്. നിങ്ങൾക്ക് പഴം വാട്ടിയത് ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.